നമസ്കാരം. കണ്ണൂരിലൊരു അധ്യാപകന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നതാണ്, അധ്യാപകനാണ്. ആ അധ്യാപകന്റെ ഉച്ചഭക്ഷണം വലിച്ചെറിഞ്ഞ് കുറച്ച് ഗുണ്ടകൾ. എന്താ പറയാ, തൊഴിലാളികൾ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ ഗുണ്ടകളാണ്. ആ ഗുണ്ടകളെ കാണുമ്പോഴറിയാം പണിയെടുത്ത് അഥവാ നയിച്ചു തിന്നുന്ന ഒരു ഭാഗമല്ല എന്ന്. ഇവിടെ മുക്കത്ത്, നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ മുക്കത്ത്, കോഴിക്കോട് ജില്ലേന്റെ ബോർഡർ ആയിട്ടുള്ള മുക്കത്ത് ഒരു കട, ഒരു മീൻ കട ഒരു പാവം തുറന്നു വെച്ചു. കാരണം അയാൾ മീൻ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില അറിയാമല്ലോ. മത്തിക്ക് 450 റുപ്യ വിലയാണ്. 240 കഴിഞ്ഞു, 450 രൂപ വിലയാണ്. അതുപോലെ ഓരോ മീനും 500-600 രൂപ വില ഒരു കിലോന്. അപ്പോൾ ആ മീനെല്ലാം ഇയാള് ഇരുന്ന് കേടുവന്ന് പോകും. ഇരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ലൈസിട്ട് വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ആ മീൻ എങ്ങനെയെങ്കിലും അത് വിറ്റ് തീർത്ത് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരും ഇപ്പോഴത്തെ മീൻ വില അനുസരിച്ച്. അയാൾ കട തുറന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം വീട്ടുകാർക്ക് മീൻ വാങ്ങണ്ടേ, ഭക്ഷണം കഴിച്ചേണ്ടേ ആൾക്കാർക്ക്. ഉടനെ കുറച്ച് ഗുണ്ടകൾ കൊടിയും പടിയും പിടിച്ചോണ്ട് വന്നിട്ട് മീൻ കട മര്യാദയ്ക്ക് വരിച്ച് അടച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ മണ്ണെണ്ണ ഒഴിക്കുമെന്നാണ് പറഞ്ഞത്. ഈ പൊതു പണിമുടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടിയും പിടിച്ചുകൊണ്ട് വരുന്ന ഗുണ്ടകൾക്ക് അവരുടെ കയ്യിൽ മണ്ണെണ്ണയും കൊണ്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. എത്ര വിവരം കെട്ട നാറികളാണ് ഈ സമരക്കാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഭക്ഷണത്തിൽ ഞാൻ മണ്ണെണ്ണ ഒഴിക്കും എന്നാ പറയുന്നത്. ഞങ്ങൾ മണ്ണെണ്ണ ഒഴിക്കും, വേഗം വാരി വെച്ചോ, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് ഞങ്ങൾ കത്തിക്കും. എന്ത് ഭക്ഷണം കത്തിക്കും, അതുപോലെ ഭക്ഷണം ഞങ്ങൾ വലിച്ചെറിയും. സത്യത്തിൽ ഇത് സമരമല്ല, ആഭാസമാണ്, ഗുണ്ടായിസമാണ്. ഇത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടെ അന്നം മുട്ടിച്ചുകൊണ്ടല്ല സമരം നടത്തുക. മുതലാളിമാരോട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് നേരെയാണ്, കേന്ദ്ര സർക്കാരിന് നേരെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മന്ത്രിമാരെയും പുറത്തിറങ്ങാൻ അയക്കരുത്. അതിനുള്ള മറ്റേനുള്ള ഉറപ്പ് ഈ ഗുണ്ടകൾക്കില്ല. ഏതപ്പം ചത്തു കഴിഞ്ഞാലും ചെന്ന് കയറുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികളുടെ, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചത്തേക്കാണ്. അവരുടെ നെഞ്ചത്തേക്ക് കുതിര കയറിക്കൊണ്ട് സമരം നടത്താനേ ഈ പറയുന്ന ഗുണ്ടകൾക്ക് അറിയുള്ളൂ, നേതാക്കന്മാരായാലും ആരായാലും. അല്ലാതെ ആരോടാണ് സമരം എന്ന് വെച്ചാൽ അവരെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാന്ന് 2 അക്ഷരം പറയാനുള്ള ആംബിയറും മറ്റേനും ഉറപ്പുമില്ലാത്ത കുറച്ചുകൂടെ കൊടിയും തൂക്കേണ്ടി ഇറങ്ങുന്നതെന്നുള്ളത്. ഇത് വാസ്തവമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയും, എന്റെ ആത്മരോക്ഷമാണ് ഞാൻ പറയുന്നത്, ഒരു വാർത്തയായിട്ടോ ഒന്നുമല്ല, എന്റെ അഭിപ്രായമാണ്. ഇവിടെ ഏത് സമരം നടന്നാലും നഷ്ടം ഇവിടുത്തെ സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണ്. ഇവിടുത്തെ പണക്കാരന് വല്ല നഷ്ടമുണ്ടോ? അവനൊരാഴ്ച പണിയില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി 1 മാസം അടച്ചിട്ടിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവനെല്ലാം ആവശ്യമുള്ള പണമുണ്ട്, സാധനം അവൻ്റെ കയ്യിൽ സ്റ്റോക്കും ഉണ്ടാവും. അവനൊരു ചാക്കരി വാങ്ങിയെങ്കിലും, അല്ലെങ്കിൽ അതിനാവശ്യമുള്ള സകലതും വാങ്ങി ഫ്രീസറിലും സൂക്ഷിച്ചു. ഒന്നും വരാനില്ല. അന്നന്നത്തുള്ള അന്നത്തിന്റെ വക ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അരി വാങ്ങിക്കൊണ്ട് വെച്ചുണ്ടാക്കി കഴിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളുണ്ടല്ലോ, അവന് വായിക്കരിടേണ്ട ഒരു അവസ്ഥ വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഗുണ്ടകളുടെ പരാക്രമം കൊണ്ട് അതാ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള, ഇത് റെക്കോർഡ് ചെയ്യുന്ന വരെയുള്ള വാർത്തകൾ കാണുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണിക്കുന്നത് മുഴുവൻ ഗുണ്ടായിസമാണ്. അതായത് തൊഴിൽ സംരക്ഷണം എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ പണിമുടക്ക് എന്ന് പറയുന്നതിന്റെ പേരിൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് ആൾക്കാരുടെ ഭക്ഷണം നശിപ്പിക്കുക, ഭക്ഷണം വലിച്ചെറിയുക, ഭക്ഷണ പദാർത്ഥങ്ങൾ മണ്ണെണ്ണ കത്തിച്ച്. എന്ത് യുവമാരൊക്കെ ഈ സമരം നടത്താൻ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തലയുടെ പോകുമ്പോൾ മണ്ണെണ്ണയും കൊണ്ടാണ് പോണത്, മറ്റുള്ളവരെ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് കസേരക്കയറി കുത്തിയിരിക്കുന്നതെന്ന്. ഇപ്പൊ അമേരിക്കയിൽ ഇരുന്നിട്ടാണെങ്കിൽ ഓൺലൈനിൽ നേരത്തെ അവന്മാരെ എന്ന് പറയാമല്ലോ, പക്ഷെ അതിനുള്ള ഉറപ്പ് മുഖ്യമന്ത്രിക്കുമില്ല. ഇരട്ട ചങ്കെന്ന് പറയണേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രിക്ക് അതിനുള്ള ഉറപ്പില്ല. സത്യത്തിൽ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി, ഈ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ഒരുത്തരും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആത്മരോഷമാണ് കേട്ടോ. ഈ പറയുന്ന ഗുണ്ടകൾ, അവരുടെ വീട്ടിലും ഉണ്ട് ആൾക്കാർ, അവർക്ക് വരണം ഇത്. ഞാൻ പറയുന്നത്, ഇന്ന് ഈ പറയുന്ന ഗുണ്ടകളുടെ വീട്ടിൽ മിനിമം ഓരോ ദുരന്തമെങ്കിലും സംഭവിക്കണം. ഞാനതിന് പ്രാർത്ഥിക്കണം. സാധാരണ ദുരന്തങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ല, പക്ഷെ യുവമാർക്കൊക്കെ അത് വന്നാലേ പഠിക്കുള്ളൂ. Different angles. Don't forget to subscribe and support this channel.